സംഭവം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ എവിടേക്കായി പാതിരാത്രി പോകണമെന്ന്. ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വീട്ടിലിങ്ങനെ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് പോസ്റ്റായിട്ട് ഇരുന്നപ്പോഴാണ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോയാലും എനിക്ക് ഇടയ്ക്ക് സ്ഥിരം തോന്നുന്നൊരു പരിപാടിയാണ്. വീട്ടിൽ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലധികം ഫുഡ് ഉണ്ടാവാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശക്കുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ട് കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഒറ്റ മൈൻഡിൻ്റെ കാര്യമാണ്. ആ ചിന്ത ഒന്ന് മാറിക്കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. പൈസ ലാഭം, പുറത്ത് ഫുഡും കഴിക്കില്ല, ഹെൽത്തി എന്നൊക്കെ പറയും. പക്ഷേ ചിന്ത മാറില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒറ്റയ്ക്ക് പോയാലോ എന്ന്. ഈ തനിച്ച് പോയി കഴിഞ്ഞാൽ നല്ല വൈബാണ് ഗൈസ്. നമ്മളെപ്പോഴും തനിച്ച് പോകണമെന്നല്ല, തനിച്ചൊരു സിനിമക്കോ തനിച്ചൊരു ഫുഡ് കഴിക്കാനോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ്. ഞാൻ തനിച്ച് പോകുന്ന ഒരാളല്ല, പക്ഷേ ഞാനിപ്പോൾ ഒന്നിട്ട് താണ്ടിയിട്ട് തനിച്ച് പോകുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു റോഡുണ്ട്. അത് ഇപ്പം വീതി കൂടി സെറ്റാക്കിയതാണ്. ഇവിടെ ഇത്രയും ഒരു കാടും പടലുമായിരുന്നു. ഇവിടെ ഇപ്പം ഒരുപാട് കടകൾ, മിനിറ്റിന് കടകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടില്ല സ്പോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഏകദേശം നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പറയും, റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് നമ്മൾ. അപ്പോൾ നമ്മളിവിടെ കയറി കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു പയ്യനുണ്ട് സ്ഥിരം എന്ന് പറഞ്ഞാൽ, അവൻ ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് വേണ്ട സാധനം കൊണ്ടുതരും. പിന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ കാന്താരി പീസാണ്. കാന്താരി പീസ് ഇവിടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിക്കാൻ വരുന്നത്. ഞാൻ നിലമ്പൂർ എനിക്ക് 1-2 സ്ഥലങ്ങൾ മാത്രമേ ഞാൻ അധികം കയറാറുള്ളൂ. അപ്പം പ്ലേറ്റ് വന്ന്, ടിഷ്യൂ വന്ന്, ഗ്ലാസ് വന്നു. ഇനി നമുക്ക് മന്തി റൈസ് കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, മന്തി റൈസിൻ്റെ വരവാണ് അടുത്തത്. ടണ്ടൻ. ഓക്കെ, മന്തി റൈസ്. പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സ്പെഷ്യൽ കാന്താരി സാധനം എന്താക്കണം സൈഡിൽ കിടക്കുന്നുണ്ടോ, ഞാൻ വിശദമായിട്ട് കാണിച്ചിരുന്നു, നിങ്ങൾക്ക് പ്രശ്നം കണ്ട. പിന്നെ അതിൻ്റെ കൂടെ മൈനസ് മറ്റേ എന്താണ് തക്കാളി പരിപാടി, സിൽസെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ആ സാധനമാണ്. മന്തി റൈസ് ഇടുന്നു. പിന്നെ മന്തി റൈസിൻ്റെ കൂടെയുള്ള ഉള്ളി മാത്രം പോരാ, എനിക്ക് സവാള മാത്രം പോരാ, എനിക്ക് നല്ല എരിവുള്ള മുളകും കൂടെ വേണം. ആ മുളക് ഇല്ല, ഞാൻ മുളക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്ഥിരമാണ്. പക്ഷേ അവർ മറന്നുപോയി ഗൈസ്. സത്യം പറഞ്ഞാൽ മന്തി റൈസ് എന്ന് പറയുമ്പോൾ മന്തി റൈസ് മാത്രമല്ല, ഈ മൈനസും ഈ സവാളയും ഈ മറ്റേ തക്കാളി സാധനവും പിന്നെ ഈ ഉള്ളിയൊക്കെ പാടെ എല്ലാം കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക വൈബ് കിട്ടുക. അല്ലാതെ ഒന്നിൽ മാത്രമായിട്ട് രസമില്ല. അപ്പോൾ ഗൈസ്, ആ സൈഡിൽ കണ്ടോ, ഇതാണ് നമ്മുടെ കാന്താരി പീസ്. എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് ആ സാധനത്തിനോട്. അപ്പോൾ ഞാൻ മുളക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മുളക് വരുമായിരിക്കും. സംഭവം കൊള്ളാമെന്നല്ല, ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് കഴിക്കുന്നതാണല്ലോ. സംഭവം ഈ ഒറ്റ മൈൻഡ്, ഒറ്റ ബുദ്ധി ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നേനെ. പക്ഷെ എന്ത് ചെയ്യാം, വിശന്നപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ചപ്പാത്തി എന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോരില്ലായിരുന്നു. ഇതാണ് നമ്മുടെ കാന്താരി പീസ്. കൊള്ളാം, രസമുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലോ എനിക്കറിയില്ല. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ മെല്ലെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. മുളകിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. വെറുതെ വന്നു കണ്ടോ, ഇതാണ് മുളക്. സാധനം നല്ല എരിവുള്ള സാധനമാണ്. 3 ഞാൻ കഴിക്കില്ല, പക്ഷേ 1-2 ഞാൻ കഴിക്കും. എന്നിട്ട് ഈ മുളകും കടിച്ച് ഒരു മന്തി 1 ഉരുളേക്ക് വായിലിട്ട് കുറച്ച് മാനേഴ്സും കൂട്ടി, പിന്നെ ആ പീസും, ആഹാ അന്തസ്.